എടാ കൂടുതൽ ഒരുക്കങ്ങളൊന്നും വേണ്ട, ചെറിയ ഫംഗ്ഷൻ അല്ലേ. എങ്കിലും ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതല്ലേടാ. കുഞ്ഞ് ജനിക്കുന്നതും കുഞ്ഞിന്റെ നൂലുകെട്ടും അതുപോലെ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേ ഒക്കെ, അതിനൊന്നുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായില്ല. അന്ന് ഞങ്ങൾ കരുതി വെച്ച ആ ആഘോഷങ്ങളൊക്കെ ഇനിയിപ്പോ നിന്റെ മകളിലൂടെ ഞങ്ങൾ സാധിച്ചെടുക്കട്ടെ. നൂലുകെട്ടെന്നൊക്കെ കേൾക്കുമ്പോ ഒരു പേടിയോ? അതിനെന്തിനാടി പേടിക്കുന്നേ? അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പോവില്ലേ? കുഞ്ഞിനെ കൊണ്ട് പോകുന്നു ഞങ്ങൾ പറഞ്ഞു. പോയില്ലെങ്കിലും അധിക ദിവസമൊന്നും മോളെ ഇവിടെ കാണില്ലല്ലോ കണ്ണേട്ടാ. ലേഖ, ഞാൻ പ്രസവിച്ചെന്നേ ഉള്ളൂ. കുഞ്ഞിനെ നോക്കുന്നതെല്ലാം ലേഖ തന്നെയാ. ഞങ്ങളിൽ ആരാ ഇപ്പൊ കുഞ്ഞിന്റെ അമ്മയെന്ന് എനിക്ക് തന്നെ സംശയം. നിങ്ങൾ രണ്ടാളും അമ്മയല്ലേ? ഒരാള് പെറ്റമ്മയാണെങ്കിൽ മറ്റേയാള് പോറ്റമ്മയാവാൻ തയ്യാറായി നിൽക്കുക. ഇനിയിപ്പോ രണ്ടാളും തിരിച്ചു പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ? തിരിച്ചു പോകണം കണ്ണേട്ടാ. അങ്ങനെ പോകുമ്പോ കൂടെ നിങ്ങളും വേണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം എന്തായാലും നടക്കാൻ പോകുന്നില്ല. കുറെ സമ്പാദിച്ചല്ലോ രണ്ടുപേരും കൂടെ. ഇനിയിപ്പോ എല്ലാം അവസാനിപ്പിച്ചിട്ട് രണ്ടാൾക്കും ഇവിടെ നിന്നൂടെ? എടാ, എന്റെ ബിസിനസ്സിൽ നീയും പങ്കാളിയായിക്കോ, അല്ലെങ്കിൽ പുതിയ ബിസിനസ് തുടങ്ങ്. സഹായത്തിന് ഞങ്ങളും ഉണ്ടല്ലോ. ഇനിയിപ്പോ ബിസിനസ് ചെയ്യാനൊന്നും താല്പര്യമില്ലടാ. സത്യം പറഞ്ഞ മോളെയും കൊണ്ട് നിങ്ങളങ്ങ് പോയി കഴിഞ്ഞാൽ ഇവളെ എനിക്ക് ഒരുപാട് സമാധാനിപ്പിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ എനിക്കും സ്വയം സമാധാനം കണ്ടെത്തേണ്ടി വരും. ആ, നാളെ അമ്മ വരൂ കണ്ണേട്ടാ? എന്തോ അറിയില്ല, കൂട്ടിക്കൊണ്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കണ്ണേട്ടാ, ഇവിടെ വരാൻ പാടില്ലാത്തവരെയൊന്നും കൂട്ടിക്കൊണ്ടു വരുന്നതിനോട് എനിക്ക് അഭിപ്രായമൊന്നുമില്ല. നാളെ സന്തോഷത്തോടെ കടന്നു പോകേണ്ട ഒരു ചടങ്ങ് ഇത്. അത് വെറുതെ അലങ്കോലമായി കാണുന്ന മനസ്സുകൊണ്ട് താല്പര്യപ്പെടുന്നവരെ കൂടെ കൂട്ടാതിരിക്കുന്നതാ നല്ലത്. എന്തായാലും ഇപ്പോഴത്തെ അമ്മയുടെ മനസ്സ് വെച്ചിട്ട് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരണ്ടെന്ന് പറയാൻ പറ്റില്ലടി. ഇതുപോലൊരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ വല്ലാത്തൊരു പേടിയാ. എന്നുവെച്ചാ അസുരന്മാര് പലരും പുറത്താണല്ലോ. അവരിനി എന്തേലും പ്ലാൻ ചെയ്യോ?